അങ്ങനെ ഒരു മാസത്തിന് ശേഷം കൊല്ലത്തെ നാട്ടിൽ നിന്നും ജെസ്സി തിരിച്ച് പാലക്കാട്ടേക്ക് വരുവാണ്. അപ്പം എനിക്ക് കൊച്ചിയിലായിരുന്നു ഡ്രോപ്പ്. ഞാൻ ഡ്രോപ്പ് കഴിഞ്ഞ് രാത്രി 11:30 ആയപ്പം ഡ്രോപ്പ് കഴിഞ്ഞ് അവരെ വിളിക്കാൻ വേണ്ടി കൊച്ചി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിൽക്കുകയാണ്. അവർ കൊല്ലത്ത് നിന്ന് നേരെ ട്രെയിനിലാണ് വന്നത്. ട്രെയിനിൽ വന്ന് നേരെ കൊച്ചിയിലിറങ്ങിയിട്ട് ഇവിടുന്ന് ഞങ്ങൾ ഒരുമിച്ച് കാറിൽ ഞാനും കുട്ടികളും ജെസ്സിയായിട്ട് ഞങ്ങൾ തിരിച്ചു പോകും. ഇപ്പോൾ ഏകദേശം 11:30 മണിയായിട്ടുണ്ട്. ട്രെയിൻ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്, ഇതുവരെയായിട്ട് ഇറങ്ങിയിട്ടില്ല. നല്ല പനിയാണെന്നൊക്കെ പറയുന്നത്, എന്താണെന്ന് അറിയത്തില്ല. വന്ന് ഇറങ്ങുമ്പോഴത്തേക്കേ അറിയാൻ പറ്റൂ. മിച്ചു ഭയങ്കര കരച്ചിലായിരുന്നു പറയുന്നു. ട്രെയിനിലിരുന്നു കൊല്ലത്തുനിന്ന് എറണാകുളം വരെ വന്നതിന് ഏകദേശം 4 മണിക്കൂർ എടുത്തിട്ടുണ്ട് സമയം. അതാ ട്രെയിൻ വന്നു. അപ്പം ജെസ്സിയും കുട്ടികളും വരുന്ന ട്രെയിനാണ്. അങ്ങ് വീട്ടിലായിരുന്നു. ഒരു മാസത്തോളം നാട്ടിലായിരുന്നു, കൊല്ലത്തായിരുന്നു. അവിടുന്ന് ഇപ്പം തിരിച്ചിനി സ്കൂളൊക്കെ തുറക്കാറായി വരുമല്ലേ. അങ്ങനെ ജെസ്സിയും കുട്ടികളും ട്രെയിനിൽ വന്നിറങ്ങാൻ പോവുകയാണ്. എനിക്ക് ഇത് 9 ദിവസത്തെ ട്രിപ്പായിരുന്നു, ലാസ്റ്റ് ട്രിപ്പ്. അതാ വന്ന് എത്തി. അയ്യോ, നല്ല പെട്ട് വരുവാണ്. ബാഗ്, ചക്ക, മാങ്ങ, തേങ്ങ എല്ലാം ഉണ്ട്. അവിടുന്ന് കഴിഞ്ഞു. അപ്പോഴത്തേക്ക് അവൾക്കുള്ള ആഗ്രഹമായിരുന്നു മെറൈൻ ഡ്രൈവിൽ പോകണമെന്നുള്ള ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ അവിടുന്ന് എടുത്ത് ഞങ്ങൾ ഫുഡ് കഴിച്ചില്ല. കഴിക്കാതെ തന്നെ നേരെ മെറൈൻ ഡ്രൈവ് ഒന്ന് കാണാൻ വേണ്ടി വന്നു. രാത്രി ആയപ്പോഴത്തേക്ക് വലിയ തിരക്കൊന്നുമില്ല. ഇന്ന് ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ച് കുറച്ച് നേരം അവിടെയൊക്കെ നടന്ന്. ഇതുവരെയായിട്ടും മെറൈൻ ഡ്രൈവ് കണ്ടിട്ടില്ല, പക്ഷെ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. മിച്ചു നല്ല ഉഷാറായിട്ട് നിൽക്കുക. ഐസ്ക്രീമൊക്കെ മേടിച്ച് കൊടുത്തപ്പോൾ നല്ല ഹാപ്പിയായി അവൻ. അപ്പം മെറൈൻ ഡ്രൈവിൽ കൂടെ കുറച്ച് നേരം ഞങ്ങൾ നടന്നു, ഐസ്ക്രീമൊക്കെ കഴിച്ചു. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് നേരെ എയർപോർട്ടിൻ്റെ അവിടെ പോയി. അപ്പോൾ അവൾക്ക് ഫ്ലൈറ്റ് ലാൻഡ് ആവുന്നത് കാണണമെന്ന് പറഞ്ഞ്. അപ്പോൾ നേരെ എന്നാൽ അതും കൂടെ കണ്ടിട്ട് വീട്ടിലേക്ക് പോകാമെന്ന്. രാത്രിയല്ലേ, നല്ല രസമല്ലേ, ഫാമിലിയൊക്കെ ഉണ്ട്. ഞങ്ങൾ കട്ടൻ ചായ കുടിച്ച് നേരെ എയർപോർട്ടിൻ്റെ സൈഡിൽ വന്നു. ഇവിടെ നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും ഫ്ലൈറ്റ് ലാൻഡ് ആവുന്നതും പോകുന്നതൊക്കെ. ഏതോ വണ്ടിയിൽ ഒളിഞ്ഞു നോക്കുവാണ് സിനാൻ. അങ്ങനെ അതൊക്കെ അവിടെ നിന്ന് ഫ്ലൈറ്റ് ലാൻഡ് ആവുന്ന കാര്യങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് നേരെ വീട്ടിലെത്തി. വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് കാര്യങ്ങളൊന്നും ചർച്ചാണ്. എയർപോർട്ടിൻ്റെ അടുത്തുള്ളൊരു പള്ളിയാണ്, അങ്കമാലി എന്ന് പറയുന്ന സ്ഥലത്താണ്. നല്ല രസം. അത് കണ്ടപ്പോഴത്തേക്ക് കുറച്ച് നേരം അതിൻ്റെ ഒരു വീഡിയോ ഒന്ന് എടുക്കാൻ തോന്നി. എന്നിട്ട് നേരെ ഞങ്ങൾ പോവാണ്. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് വണ്ടി ഓട്ടിക്കുകയാണ്. ജെസ്സിയും കുട്ടികളും എല്ലാവരും ഉറങ്ങുവാണ്. എനിക്ക് ഉറക്കം വന്നപ്പോഴത്തേക്ക് ഞാൻ എവിടെയെന്ന് വെച്ചാൽ അന്നേരം സൈഡാക്കിയിട്ട് അന്നേരം കിടന്ന് ഉറങ്ങും. ജെസ്സിയൊക്കെ നല്ല ഉറക്കം. അങ്ങനെ ഞങ്ങൾ നേരം വെളുത്താറായപ്പം വീട്ടിലെത്തി. ഓക്കെ, താങ്ക് യു.